വിവാദ വിഷയങ്ങളിൽ മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇഡിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പ്രധാനമന്ത്രി ഇടപെടണമെന്ന് മുഖ്യമന്ത്രി ഇന്ന് ആവശ്യപ്പെട്ടു. വനംവകുപ്പിനെതിരെയുള്ള KU ജനീഷ് കുമാറിനെതിരെയുള്ള പ്രതിഷേധം ഇന്ന് മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞു. ED ഉദ്യോഗസ്ഥനെതിരെയുള്ള കോഴക്കേസിൽ ഇതാദ്യമായാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. നേരത്തെ തന്നെ ആരോപണമുയർന്നെങ്കിലും ഇപ്പോഴാണ് പിടിക്കപ്പെട്ടത്. ഇത് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ വിശ്വാസ്യതയെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ പ്രധാനമന്ത്രി ഇടപെടേണ്ടതായിട്ടുണ്ട്. അതേസമയം വനം വകുപ്പിനെതിരെ കോന്നി MLA KU ജനീഷ് കുമാർ നടത്തിയ പ്രതിഷേധം തള്ളുകയാണ് മുഖ്യമന്ത്രി. ആർക്കും നിയമം കയ്യിലെടുക്കാനുള്ള അവകാശമില്ല. അത് നിയമത്തിൻ്റെതായ വഴിക്ക് പോകണം. തിരുവനന്തപുരം പേരൂർക്കടയിൽ ദളിത് യുവതിക്ക് നേരെയുണ്ടായ പോലീസ് അപമാനത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ: അത് സാധാരണ നിലക്ക് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതിനകത്താണ് നടപടി ഇപ്പോൾ വന്നിട്ടുള്ളത്. ദേശീയപാതയിൽ ചിലയിടങ്ങളിലുണ്ടായ തകർച്ചയിൽ ദേശീയപാത അതോറിറ്റിയുമായി ചർച്ച നടത്തി നടപടികൾ സ്വീകരിക്കും. ഭൂപ്രകൃതിക്കനുസരിച്ചുള്ള സൗകര്യങ്ങൾ, അതിനുള്ള പ്രതിരോധ നടപടികൾ സ്വാഭാവികമായും സ്വീകരിക്കേണ്ടതായിരുന്നു. കേന്ദ്രാനുമതിയില്ലാതെ കേരളയിൽ നടപ്പാക്കാനാകില്ല. എന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ അത് നടപ്പാക്കും. കേന്ദ്രത്തിന്റെ അനുമതിയില്ലാതെ റെയിൽവേ എന്ന രംഗത്തേക്ക് കടക്കാൻ പറ്റില്ല. അപ്പോൾ അതവിടെ കിടക്കുകയാണ്. ഇത് എല്ലാ കാലത്തും ഇങ്ങനെ നിൽക്കുമെന്നൊന്നും ആരും കാണുന്നതില്ല. അതേസമയം ആശാസമരത്തിൽ ഒത്തുതീർപ്പിനില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 24 കോഴിക്കോട്.